ശിക്ഷാവിധി അല്പസമയത്തിനകം 3:30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദത്തിന് ശേഷമുള്ള വിധി പറയും. 1 മണിക്കൂറിലധികം നീണ്ട വാദം ആയിരുന്നു ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയായത്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. 1-ാം പ്രതിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്നതായിരുന്നു കോടതിയുടെ പരാമർശം. അമ്മ അസുഖബാധിതയാണ് എന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും 1-ാം പ്രതി പൾസർ സുനി ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു മറ്റു പ്രതികളുടെ വാദം. കുടുംബ പശ്ചാത്തലം പറഞ്ഞ ചില പ്രതികൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. അതിനിടെ കോടതി നടപടികൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും കോടതി മുന്നറിയിപ്പ് നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, അന്തിമ വിധി ഇപ്പോഴുണ്ടാകാൻ പോകുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന്. തീർച്ചയായും ഈ വിധിക്ക് ശേഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ തന്നെ പ്രോസിക്യൂഷനും സർക്കാരുമൊക്കെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അന്തിമവാദത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് ഓരോ പ്രതികളുടെയും അഭിഭാഷകർ വാദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ ഖണ്ഡിക്കുകയായിരുന്നു പ്രോസിക്യൂഷനും ചെയ്തത്. എന്തായിരുന്നു ആ നാടകീയത നിറഞ്ഞ 1 മണിക്കൂർ? അങ്ങേയറ്റവും നാടകീയത നിറഞ്ഞ 1 മണിക്കൂറായിരുന്നു വാദത്തിലൂടെ കടന്നുപോയത്. ജഡ്ജും പ്രോസിക്യൂഷനും തമ്മിൽ ഇത്തരത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ എല്ലാ വാദത്തിലും പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കേണ്ട, എല്ലാ പ്രതികളുടെ കാര്യത്തിലും പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ നൽകണമെന്ന് ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം ജഡ്ജ് 1-ാം പ്രതി പൾസർ സുനി മാത്രമാണ് ബലാത്സംഗത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു സാഹചര്യം കൂടി വരുമ്പോൾ ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമാണ് എന്നുള്ള നിലപാടിലാണ് ജഡ്ജ് വന്നിരുന്നത്. അതേസമയം എല്ലാ പ്രതികളും 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഓടുന്ന വാഹനത്തിൽ ഒരു സ്ത്രീയെ കൊട്ടേഷൻ മുഖേന എടുത്തിട്ടുള്ള ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ 2 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികൾക്കും ഇതിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. ഇത് കൂട്ടബലാത്സംഗം തന്നെയാണ് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പരമാവധി ശിക്ഷ, കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷ, അതുപോലെ ഗൂഢാലോചനയ്ക്കുള്ള ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ, തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ IT ആക്ട് പ്രകാരം ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്തരം കാര്യങ്ങളോട് കണക്കെടുത്ത IT ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചുമത്തപ്പെട്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ പരിഗണിച്ചത്. അതേസമയം പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കണമെന്ന് ജഡ്ജി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സഹായമില്ലാതെ എങ്ങനെയാണ് ഈ ബലാത്സംഗം നടക്കുക? അത് പ്രത്യേകിച്ചും നമുക്കറിയാം, ഒരു ട്രാവലറിലാണ് അങ്കമാലിയിലെ അത്താണിയിൽ നിന്നും നടിയെ ട്രാവലറിൽ കയറ്റി കൊണ്ടുവന്നാണ് ഈ പീഡന രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ 6 പ്രതികളും നേരിട്ട് പങ്കെടുത്തവരാണ്. ഈ ഗൂഢാലോചന ആരോപിച്ചിട്ടുള്ള 7 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം അഭിലാഷ, അതും വലിയ രൂക്ഷമായ വിമർശനത്തിനാണ് കോടതിയെ നയിച്ചിട്ടുള്ളത്. 8-ാം പ്രതി ദിലീപിനെ വെറുതെ വിടുന്ന സാഹചര്യം കോടതിക്ക് ഒരു വലിയ വിമർശനത്തിന്, കോടതിയെയും ജഡ്ജിനെയും വലിയ വിമർശനത്തിന് സമൂഹ മാധ്യമങ്ങളിലായാലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാമോ, ഇതുവരെ മുൻപുണ്ടായിട്ടുള്ള ഒരു കേസുകളിലും ഇത്തരത്തിൽ ജഡ്ജിനെ ഇത്ര രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. ഒരു പക്ഷേ കോടതിയെ ലക്ഷ്യം, അതല്ലെങ്കിൽ കോടതി പറയുന്നത് അവസാന വാക്കാണ്, കോടതി വിധിയാണ് എന്നുള്ള വിധിയെ മാനിച്ചുകൊണ്ടും കോടതിയോടുള്ള ബഹുമാനം കൊണ്ടും ആളുകൾ മിണ്ടാതിരിക്കുന്ന, ഈവൻ വിമർശനമുണ്ടെങ്കിൽ പോലും വിയോജിപ്പുണ്ടെങ്കിൽ പോലും മിണ്ടാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ വലിയ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായത്. അത് മാത്രമല്ല, ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളും അഭിഭാഷകരും റിപ്പോർട്ട് ചെയ്യുന്നതിൽ, അതായത് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനും സംയമനം പാലിക്കണം എന്നുള്ള കാര്യമാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. സൂക്ഷിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം, കോടതി കാര്യം സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള താക്കീത് തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല, കോടതി അലക്ഷ്യ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ മാധ്യമത്തിനെതിരെ കോടതി അലക്ഷ്യ കേസും എടുത്തിട്ടുണ്ട്. അത് 18-ാം തീയതി ആ കേസ് പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ കേസിന്റെ തുടക്കം മുതലേ തങ്ങൾക്ക് താൽപര്യമുള്ള തരത്തിൽ ഓരോരുത്തരും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസ് അന്തിമ വിധിയിലേക്ക് ശിക്ഷാവിധി എന്താണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കാൻ പോകുന്നത്. കൂട്ടബലാത്സംഗം ആണ്
എന്നുള്ളത് നമുക്കറിയാം. ഇത് കൊട്ടേഷൻ മുഖേന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സമാനതകളില്ലാത്ത ഒരു കേസ് ആയിരുന്നു 2017 ഫെബ്രുവരി 17 അരങ്ങേറിയുന്നത്. അതുമുതൽ ഇങ്ങോട്ട് 8.5 വർഷക്കാലവും അതായത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടായി കേസ് മാറുകയും സ്ത്രീ സുരക്ഷയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് ഇതിന്റെ വിധിയെ കാത്തിരുന്ന ഒരു സമൂഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ 8ാം പ്രതി ദിലീപ് മറ്റുള്ള പ്രതികളെയൊക്കെ എല്ലാവരും മറന്നുപോയിരുന്നു എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നു പൾസർ സുനിയോട് തോന്നിയിരുന്ന ദിലീപിനോട് തോന്നിയിരുന്നതിന്റെ പകുതി ദേഷ്യം കേരളീയ ജനതയ്ക്ക് പൾസർ സുനിയോട് തോന്നിയിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം പൾസർ സുനി ദിലീപ് നൽകിയ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനി നടിയെ ബലാത്സംഗം ചെയ്തത് എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അതോടുകൂടി ദിലീപിനെ കുറ്റവാളി അല്ലെ കുറ്റവിമുക്തനാണ് എന്ന് വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പ്രതീക്ഷിച്ച ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലായിരിക്കാം കേരളീയ ജനത ഒറ്റക്കെട്ടായിട്ട് ജഡ്ജിനെതിരെ തിരിയുകയും അതല്ലെങ്കിൽ ദിലീപിനെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വലിയ വിമർശനങ്ങൾക്കും ഇടവയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും വലിയ ഡിസ്കഷൻ ഇടവയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പൊതുസമൂഹത്തിലായാലും സമൂഹ മാധ്യമങ്ങളിലായാലും മറ്റും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലായാലും പത്രമാധ്യമങ്ങളിലായാലും ഒക്കെ വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇന്ന് പ്രധാനമായും ജഡ്ജ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ കേസ് ഉന്നയിച്ചിരുന്നത്. അത് പ്രത്യേകിച്ചും റിഫർമേറ്ററി തിയറി ഇതിൽ ഉപയോഗിച്ചുകൂടെ എന്ന് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതായത് ഒരു പ്രതിയെ അവന്റെ മുൻകാല കുറ്റക്കാരനാണോ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിഗണിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ ശിക്ഷ വിധിക്കാൻ. അതല്ല സമൂഹത്തിന് കൊള്ളാവുന്ന ഒരാളാക്കി ഒരു പൌരനാക്കി മാറ്റുക. അതിനുവേണ്ട വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളല്ലാതെ വേദനാജനകമായ ശിക്ഷകളല്ലാതെ കൌൺസിലിംഗ് പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോയിക്കൂടെ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ജഡ്ജ് ഉന്നയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ എടുത്തു പറയുകയാണ് 1ാം പ്രതി മാത്രമാണ് ബലാത്സംഗത്തിന് നേരിട്ട് ഇതിൽ പ്രതിയായിട്ടുള്ളത് എന്നുള്ള കാര്യം നേരിട്ട് പറയുകയാണ്. അതേസമയം 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അതിന് പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് കൂട്ടബലാത്സംഗമാണ്. അതേസമയം നമുക്കറിയാം കൊട്ടേഷൻ നൽകിയ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന കേസ് സമാനതകളില്ലാത്ത രാജ്യത്ത് തന്നെ സമാനതകളില്ലാത്തൊരു കേസാണ്. ഇത്ര കാലം ഈ 8.5 വർഷവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും അതിന്റെ ഭീതിതമായ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയതും അങ്ങനെ തന്നെയാണ്. ആ ഒരു കേസാണ് ഈ 7ാം പ്രതി മുതൽ 10ാം പ്രതി വരെയുള്ള ആളുകളെ വെറുതെ വിടുന്നതുമായി ബന്ധപ്പെട്ട് അത് കൂട്ടബലാത്സംഗമായി മാറുന്നത് അങ്ങനെയാണ്. അതായത് അതിൽ ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് പ്രോസിക്യൂഷന് അത് വ്യക്തമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി കൃത്യമായി ജഡ്ജ് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിധി പകർപ്പ് വന്ന ശേഷം മാത്രമേ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്ന സാഹചര്യം ഏതാണ്, ഏത് സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷന് പരാജയം സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അറിയുള്ളൂ. എന്നാൽ 3:30 വിധി പകർത്ത് പുറത്തുവരും, വിധി പറയും. നമുക്ക് കാത്തിരിക്കാം അഭിലാഷ്. യെസ്, കേരളം ഉറ്റുനോക്കുന്ന കേസിലാണ് വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ 8ാം തീയതിയായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. അതിൽ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ബലാത്സംഗ പ്രവൃത്തിയിൽ നേരിട്ട് ഏർപ്പെട്ടത് എന്ന നിരീക്ഷണം അല്പസമയം മുമ്പ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതാണ്ട് 12 മണിക്ക് മുമ്പ് തന്നെ ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്തിമവാദം ആരംഭിച്ചതാണ്. ആ വാദത്തിൽ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതികളുടെ അഭിഭാഷകരും തമ്മിൽ വലിയ വാക്തർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടാകുന്നു. കോടതിയുടെ ഭാഗത്ത് നിന്ന് ജഡ്ജിയും പ്രോസിക്യൂഷനും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടാകുന്നു. ആ ഘട്ടത്തിലായിരുന്നു ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് പൾസർ സുനി, 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയെന്നും ബലാത്സംഗം ചെയ്തത് പൾസർ സുനിയാണ് എന്ന കൃത്യമായൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പൾസർ സുനിക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുമോ അത് ജീവപര്യന്തം എന്നുള്ളതാണ്. ബലാത്സംഗ കുറ്റത്തിനുള്ള ജീവപര്യന്തം ശിക്ഷ എന്നത് പൾസർ സുനിക്ക് ലഭിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരേ സ്വഭാവത്തിലുള്ള നിരവധിയായ വകുപ്പുകൾ ചുമത്തിയ പശ്ചാത്തലത്തിൽ ഈ ശിക്ഷകൾ എല്ലാം പൾസർ സുനി ഒരുമിച്ച് അനുഭവിക്കേണ്ടതായി വരുമോ, അതിനു പകരം ഓരോ ശിക്ഷയും പ്രത്യേകം അനുഭവിക്കണോ എന്നതെല്ലാം കോടതിയുടെ വിവേചനാധികാരമാണ്.